ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ബാൻഡ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ബാൻഡ് ഒന്ന് കട്ട് ചെയ്യുന്ന രീതി ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബാൻഡ് കട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ബ്ലൗസിൻ്റെ മുഴുവൻ കട്ടിങ് ഞാനിത് കാണിക്കുന്നില്ല. ബാൻഡ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് ഞാൻ ചുമ്മാ ഒന്ന് വരയ്ക്കുകയാണ്. ഇത് യഥാർത്ഥ കണക്കല്ല കേട്ടോ, ഞാൻ ഈ ഫ്രണ്ട് പീസിൻ്റെ ഷേപ്പ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചുമ്മാ ഒരു ഫ്രണ്ട് പീസ് ഇങ്ങനെ ഞാൻ വരയ്ക്കുവാണ്. ഇത് യഥാർത്ഥ കണക്കല്ല എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഇത് ഞാൻ ചുമ്മാ വരയ്ക്കുന്നതാണ്. ഒരു ഫ്രണ്ട് പീസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഇങ്ങനെ വരയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ബാൻഡ് കട്ട് ചെയ്യുന്ന കാര്യം മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാനിതിൽ കണക്ക് കാണിക്കാത്തത്, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇങ്ങനെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവിടെയാണ് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെസ്റ്റ് അളവ് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം കൈക്കുഴി അല്ലെങ്കിൽ ആം ഹോൾ ഞാനിങ്ങനെ ഷേപ്പും കൊടുത്തു. അപ്പോൾ എന്തിനാണ് ഞാൻ ഇത്രയും ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയാണ് കട്ടിങ് പടി അല്ലെങ്കിൽ ബോക്സ് വെട്ടാനുള്ള അളവുകൾ ഇനിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും യഥാർത്ഥ കണക്കല്ല. ഇത് ഞാൻ ചുമ്മാ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് ഒന്ന് കാണിക്കാൻ വേണ്ടി വരച്ചതേ ഉള്ളൂ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ബോക്സിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ബോക്സ് എങ്ങനെയാണ് വെട്ടുന്നതെന്നാണ് ഇനി ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇതാണ് ഫ്രണ്ട് പീസ്. ഇനി ഇവിടെ മുതലുള്ള കണക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോക്സ് എങ്ങനെയാണ് വെട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ടക്ക് പോയിൻ്റാണ്. അപ്പോൾ ടക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് 9.5 ഇഞ്ച്. അപ്പോൾ 9.5 ഇഞ്ച് ടക്ക് പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്തു. ആ ടക്ക് പോയിൻ്റ് ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഈ ടക്ക് പോയിൻ്റിൽ ഞാൻ ബ്രസ്റ്റ് അളവിൻ്റെ 4/1 മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബ്രസ്റ്റ് അളവെന്ന് പറയണത് മൊത്തം ബ്രസ്റ്റ് അളവാണ് കേട്ടോ. ബ്രസ്റ്റ് അളവ് 44 ഇഞ്ചാണ്. അതിൻ്റെ 4/1 ഞാനിവിടെ വരച്ചു. എന്നിട്ട് ഞാൻ ആ ലൈൻ ഇങ്ങനെ നേരെ വരയ്ക്കുകയാണ്. അതിന് ശേഷം ഞാൻ അതിനകത്ത് ഒരു 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുത്തു. അപ്പോൾ ഇത് ടക്ക് പോയിൻ്റാണ്. ടക്ക് പോയിൻ്റിലെ ലൈനിൽ ഞാൻ ബ്രസ്റ്റ് അളവിൻ്റെ 4/1 മാർക്ക് ചെയ്തു. ആ ലൈനിൽ ഞാനിങ്ങനെ നേരെ വരച്ചു. കണ്ടോ? ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ടക്കിൻ്റെ ഇറക്കമാണ്. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ടക്കിൻ്റെ ഇറക്കമാണ്. അപ്പോൾ ടക്കിൻ്റെ ഇറക്കം എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡെന്ന് പറയുന്നത് ടക്ക് പോയിൻ്റ് എത്രയാണോ അതിൻ്റെ 3/1 ടക്കിൻ്റെ ഇറക്കം. ഇതിൻ്റെ ടക്ക് പോയിൻ്റ് 9.5 ഇഞ്ചാണ്. ആ 9.5 ഇഞ്ചിൻ്റെ 3/1 പറയണത് 3 പോയിൻ്റുമാണ്. അപ്പോൾ 3 പോയിൻ്റുമാണ് ഇതിൻ്റെ ടക്കിൻ്റെ ഇറക്കം. അപ്പോൾ ആ 3 പോയിൻ്റ് ടക്കിൻ്റെ ഇറക്കം ഞാനൊന്ന് മാർക്ക് ചെയ്തുകൊണ്ട് ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. അപ്പോൾ ആ 3 പോയിൻറ്റും ഇനി ഈ ടക്ക് പോയിൻ്റ് ഇതാണ് ടക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ടക്കിൻ്റെ ഇറക്കം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രസ്റ്റ് മുതൽ മറ്റേ ബ്രസ്റ്റ് വരെയുള്ള അല്ലെങ്കിൽ ഒരു ടക്ക് പോയിൻ്റ് മുതൽ മറ്റൊരു ടക്ക് പോയിൻ്റ് വരെയുള്ള അകലം, അതിൻ്റെ അകലം 8 ഇഞ്ചാണ്. അപ്പോൾ ആ 8 ഇഞ്ച് അകലത്തിന് 4 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ടക്ക് പോയിൻ്റ് തമ്മിലുള്ള അകലം 8 ഇഞ്ചാണ്. അതിൻ്റെ പകുതി ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു 4 ഇഞ്ച്. ആ 4 ഇഞ്ച് തന്നെ ഞാൻ താഴെയും ടക്കിൻ്റെ ഇറക്കത്തിൻ്റെ ആ ലൈനിൽ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. ടക്കിൻ്റെ ഇറക്കത്തിൽ ഞാൻ ആ ലൈനിൽ ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ ആ 4 ഇഞ്ച് അത് ഞാനിങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. ഇതാണ് ടക്കിൻ്റെ ഇറക്കം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കണം. ഇനി ടക്കിന് എത്ര ഇനി വീതി വേണമെന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, ഇവിടെ വേസ്റ്റ് വണ്ണം നമ്മൾ ഈ ലൈനിൽ ഈ ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തേക്കടെ ഈ ലൈനിലാണ് വേസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 35 ഇഞ്ചാണ്. അപ്പോൾ 35 ഇഞ്ചിൻ്റെ 4/1 എന്ന് പറയുന്നത് 8.25 ഇഞ്ചാണ്. ആ 8.25 ഞാനിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ വേസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 ഞാനിവിടെ മാർക്ക് ചെയ്തു. വേസ്റ്റ് വണ്ണം 35, അതിൻ്റെ 4/1 8.25. ഇനി നമ്മൾ ഈ ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് വണ്ണത്തിൻ്റെ ഈ മാർക്കിൽ നിന്ന് ഈ ബ്രസ്റ്റ് വണ്ണം മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വരച്ച ഈ ലൈനിലേക്ക് എത്ര അകലമുണ്ടോ അത്രയും അകലമാണ് ഈ ടക്കിൻ്റെ വീതി എന്ന് പറയുന്നത്. അതായത് ഈ വേസ്റ്റ് വണ്ണത്തിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്ക് 2.25 ഇഞ്ചുണ്ട്. അപ്പോൾ ആ 2.25 ഇഞ്ച് വീതിയാണ്
ഈ ടക്കിനുള്ളത്. അപ്പോൾ 2.25 എന്ന് പറയുമ്പോൾ 1.25 പോയിൻറ്റ് ഓരോ സൈഡിലേക്ക്, 1.25 പോയിൻറ്റ് ഓരോ സൈഡിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ടക്കിൻ്റെ വീതി കണ്ടുപിടിച്ചു, ടക്കിൻ്റെ ഇറക്കം കണ്ടുപിടിച്ചു, ടക്കിൻ്റെ വീതി കണ്ടുപിടിച്ചു. വേസ്റ്റ് വണ്ണത്തിൻ്റെ 4 നമ്മളിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇനിയാണ് നമ്മൾ ബോക്സ് വെട്ടണത്. അപ്പോൾ ബോക്സ് വെട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ ടക്കിൻ്റെ ഇറക്കം എത്രയാണോ അതിൻ്റെ പകുതി, അതിൻ്റെ ടക്കിൻ്റെ ഇറക്കം 3 പോയിൻറ്റുമാണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ടേപ്പ് ഇങ്ങനെ മടക്കി നമുക്ക് പകുതി കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ ഈ താഴത്തെ ലൈനിൽ വെക്കണം. കേട്ടോ, ഈ താഴത്തെ ലൈനിൽ ഈ ടേപ്പ് മടക്കി വേണമെങ്കിൽ നമുക്കിങ്ങനെ, അതായത് 3 പോയിൻറ്റുമാണ് ടക്കിൻ്റെ ഇറക്കം. അപ്പോൾ അത് നമുക്ക് ടേപ്പ് ഇങ്ങനെ മടക്കി നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ താഴത്തെ ലൈനിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ പകുതി ഇങ്ങനെ മാർക്ക് ചെയ്യണം. അതല്ലെങ്കിൽ 3ൻ്റെ ഈ ടക്കിൻ്റെ ഇറക്കം 3 പോയിൻറ്റുമാണ്, അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ്. ആ 1.5 ഇഞ്ചിൽ നിന്ന് 4 ഇഞ്ച് കുറച്ച്, അതായത് 1.25 ഇഞ്ച്. അപ്പോൾ ടേപ്പ് മടക്കിയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ച്. അപ്പോൾ 1.25 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ 1.25 ഇഞ്ച് ഈ ലൈനിലും മാർക്ക് ചെയ്യണം, ഈ ലൈനിലും മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ മാർക്ക് ഈ ടക്കിൻ്റെ ഈ പോയിൻറ്റിലേക്ക് കൊണ്ടുവരണം, വരയ്ക്കണം. ഉണ്ടോ, ഈ ടക്കിൻ്റെ ഈ പോയിൻറ്റിലേക്ക് വരച്ചു. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ ഇത് നമ്മളിങ്ങനെ ഈ സ്കെയിൽ വെച്ച് ഒരു റൗണ്ട് ഷേപ്പായിട്ട് നമ്മളിങ്ങനെ വരച്ചെടുക്കണം. ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ്, സ്ട്രെയിറ്റായിട്ട് വരയ്ക്കരുത്, ഒരു റൗണ്ട് ഷേപ്പായിട്ട് നമ്മൾ വരച്ചെടുക്കണം. കേട്ടോ, ഇങ്ങനെയാണ് നമ്മൾ ബോക്സിൻ്റെ ഷേപ്പ് കൊടുക്കണം. അപ്പം ഇവിടെ നമ്മളിങ്ങനെ ചെറിയ റൗണ്ട് ഷേപ്പ് കൊടുത്തു, ഇവിടെ നമ്മൾ നേരെ വരച്ചു. അപ്പോൾ ഇതാണ് ടക്കിൻ്റെ ബോക്സിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ബോക്സിൻ്റെ വീതിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബോക്സിൻ്റെ വീതി കണ്ടുപിടിക്കാൻ ഉള്ള മാർഗം എന്ന് പറയുന്നത്, ഇതെൻ്റെ ബാക്കി പീസാണ്. ഇതാണ് ബാക്കി പീസാണല്ലോ ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ബാക്കി പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. ബാക്കി പീസിൻ്റെ തയ്യൽ തുമ്പ് ഇതാണ്. അപ്പോൾ ഈ ബാക്കി പീസിൻ്റെ വണ്ണത്തിൻ്റെ മാർക്കാണിത്. ഇതിന് എത്ര ഇഞ്ച് വണ്ണം ഉണ്ടെന്നുള്ള രേഖപ്പെടുത്തേണ്ട മാർക്കാണിത്. അപ്പോൾ ആ മാർക്കിൽ നമ്മൾ ആ ലൈൻ എത്രയുണ്ടെന്ന് അളന്ന് നോക്കണം. ഈ മാർക്ക് ചെയ്തേക്കണ ഈ ലൈൻ എത്രയുണ്ടെന്ന് നമ്മൾ അളന്ന് നോക്കണം. അപ്പോൾ ഇത് 9 ഇഞ്ചുണ്ട്, 9 ഇഞ്ച്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ഈ ഫ്രണ്ട് വണ്ണം മാർക്ക് ചെയ്തേക്കുന്ന ഈ ലൈനുണ്ടല്ലോ, ഈ ലൈനിൽ ഈ മാർക്ക് വരെയുള്ള നീളം എത്രയുണ്ടെന്നുള്ള നോക്കണം. അതായത് 6 ഇഞ്ച്. ബാക്കിൻ്റെ ഈ നീളം 9 ഇഞ്ച്, ഫ്രണ്ടിൻ്റെ ഈ നീളം 6 ഇഞ്ച്. അപ്പോൾ ബാക്കിൻ്റെ ഈ നീളത്തിൽ നിന്ന് ഫ്രണ്ടിൻ്റെ ഈ നീളം കുറയ്ക്കണം. അതായത് ബാക്കി 9 ഇഞ്ച്, ഇവിടെ 6 ഇഞ്ച്. അപ്പോൾ 9ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 9 - 6 = 3. അപ്പോൾ 3 ഇഞ്ച് വീതിയുള്ള കട്ടിംഗ് പടിയാണ് നമ്മൾ ബോക്സാണ് ഇതിൽ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ച് വീതിയുള്ള ബോക്സ് എന്ന് പറയുമ്പോൾ ഈ 3 ഇഞ്ചിന് വീതി നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. 3 ഇഞ്ച് വീതി നമ്മൾ ഇവിടെയല്ല കൊടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ച് വീതി കൊടുക്കുന്നത് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആ 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണത് ഈ വേസ്റ്റ് അളവിൻ്റെ 4 മാർക്ക് ചെയ്തേക്കണ ഈ പോയിൻറ്റിലാണ് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ 3 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്യുകയല്ല ചെയ്യണേ. അതിനോട് നമ്മൾ 3/4 ഇഞ്ച് കൂട്ടിയ മാർക്ക് ചെയ്തത്, അതായത് 3.25 ഇഞ്ച്. എന്തിനാണ് 3/4 ഇഞ്ച് എന്ന് ചോദിച്ചാൽ, ഈ ബോക്സിൻ്റെ മുകളിലും 1/4 ഇഞ്ച് പോയിൻ്റ് തുമ്പ് പോവും, താഴെയും 1/4 ഇഞ്ച് പോയിൻ്റ് തുമ്പ് പോവും. അപ്പോൾ 3/4 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി നമ്മൾ ഇതിനോട് ആഡ് ചെയ്യുകയാണ്, ചേർക്കുവാണ്. അപ്പോൾ 3 ഇഞ്ച് വീതിയുള്ള ബോക്സാണ് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ടത്. അപ്പോൾ 3 ഇഞ്ച് വീതിയുള്ള ബോക്സ് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടണമെങ്കിൽ നമ്മൾ 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ 3.25 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ആ ലൈൻ നേരെ ഇങ്ങനെ വരയ്ക്കുകയാണ്. അതിനുശേഷം ഈ വേസ്റ്റ് വണ്ണത്തിൻ്റെ 4 മാർക്ക് ചെയ്ത ആ ഭാഗം ഞാനിങ്ങനെ അല്പം ചെരിച്ച് വരയ്ക്കുക കേട്ടോ. ഒരു 1/4 ഇഞ്ചോളം ഷേപ്പിൽ ചെരിച്ച് വരയ്ക്കണം. അതിന് നമുക്ക് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കണം.
ഉണ്ടോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഫ്രണ്ട് ബോക്സ് എന്ന് പറയുന്നത് ഇതാണ്. കട്ടിംഗ് പടി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ കട്ടിംഗ് പടിയുടെ എത്ര ഇഞ്ച് വീതി ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്, ഈ ബാക്കിൻ്റെ ഇറക്കത്തിൻ്റെ അളവിൽ നിന്ന് ഫ്രണ്ട് പീസിൻ്റെ ഈ ഇറക്കത്തിൻ്റെ അളവ് അത് എത്രയാണോ, ബാക്കി 9 ഫ്രണ്ട് 6. അപ്പോൾ 9-ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ 3 കിട്ടും. ആ 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് വേസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 മാർക്ക് ചെയ്തേക്കുന്ന ആ പോയിന്റിലാണ് 3 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. അത് 3 ഇഞ്ചായിട്ടല്ല മാർക്ക് ചെയ്യേണ്ടത്, മറിച്ച് 3/4 ഇഞ്ച് മുകളിലും താഴെയും 1/4 ഇഞ്ചും പോയിൻറ്റും തയ്യൽ തുമ്പ് ആവശ്യമുള്ളത് കൊണ്ട് 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് 3/4 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ആ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ മാർക്കിന് ശേഷം 1/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുത്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കട്ടിംഗ് പടി എന്ന് പറയുന്നത്. അപ്പോൾ കട്ടിംഗ് പടി എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ ഇതുപോലെ കമൻറ്റുകളിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ സമയം പോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ 5-6 ദിവസം വൈകിപ്പോയി. അപ്പോൾ അതുകൊണ്ട് സദയം ക്ഷമിക്കുക എന്ന് പറയുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.